വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. ഇത്തിരി മുമ്പേ സുകുമാരൻ നായർ സാറും രംഗത്ത് വന്നു. കേരളം ഇത്തവണ വോട്ട് ചെയ്തത് സമുദായ സംഘടനകളുടെ മുഖത്തേക്ക് നോക്കിയല്ല, സമുദായ സംഘടനകളെ അങ്ങോട്ട് ശ്രദ്ധിച്ചതുമില്ല. എന്തെല്ലാം പറയാൻ ശ്രമിച്ചിട്ടും ആ പറഞ്ഞതൊന്നും ഒരു തരത്തിലും മുഖവിലേക്കെടുത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ കണ്ട വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായർ സാറിനെയുമല്ല ഇന്ന് കാണുന്നത്. സുകുമാരൻ നായർ സാറിൻ്റെയും വെള്ളാപ്പള്ളി സാറിൻ്റെയും നിലപാട് പറയുമ്പോൾ ദയവായി അത് ഈഴവ സമുദായത്തിനും നായർ സമുദായത്തിനും എതിരാണ് എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. അദ്ദേഹം 3 പേരെയും വിലയിരുത്തുന്നുണ്ട്. അതിൽ നിന്ന് ആരെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നുള്ളത് ഇത് കേട്ടാൽ മനസ്സിലാവും. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നല്ലപോലെ പ്രകടനം കാഴ്ചവെച്ച ആളെന്ന നിലയിൽ ഈ സതീശന് അങ്ങനൊന്നും അതിന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഒത്താശ ഉണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. കാരണം ഈ 3 പേര് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സെൻട്രൽ കേരള ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആളാണ് വേണുഗോപാൽ. അദ്ദേഹം പ്രഗത്ഭനാണ്, മിടുക്കനാണ്. കേരളത്തിൽ നിന്ന് പലപ്പോഴും തട്ടുമുട്ടും ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ അധികാരനായിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെ നയിക്കണം, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനും ഉള്ള അധികാരമുള്ള അധികാരനായ ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ഇന്ന് 3ാമത്തെ സ്ഥാനം, പ്രസിഡന്റോ അല്ലെങ്കിൽ സോണിയായോ കഴിഞ്ഞ 3ാമത്തെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കേറെ വില ഇന്ന് കോൺഗ്രസിനകത്ത് സെൻട്രലിലുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഉള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഒരുപാട് MLA-മാരെ സൃഷ്ടിക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസുകൾ പലയിടത്തും പല ആളുകളും പരസ്പരം മത്സരിക്കാൻ കോൺഗ്രസ് നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവരെല്ലാം മാറ്റിക്കൊണ്ട് ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള നയവും ചാതുര്യവും നേതൃഗുണവും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും വേണുഗോപാൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് വരുമോ എന്നെങ്കിലും സംശയമാണ്. കാരണം കൊച്ചു കേരളം ഇവിടെ എന്നാ ഇരിക്കുന്നത്, അത് കറുകപ്പുള്ളി മാത്രമേ തിന്നാറുള്ളൂ. എന്തൊക്കെ തോന്നി? ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ സാറിനും സുകുമാരൻ നായർ സാറിനും മനസ്സിലായി ജനം അവർ പറയുന്നിടത്തൊന്നും അല്ല വോട്ട് ചെയ്യുന്നത്. അവരാരെയെങ്കിലും കയറ്റുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കയറ്റുന്നവരെയും വിമർശിക്കുന്നവരും ജനങ്ങൾക്കേറെ ഇഷ്ടപ്പെടുന്നവരാണ്. ജനങ്ങളേറെ ഇഷ്ടത്തോടെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം വിലയിരുത്തുന്നത് ഭരണപരിചയത്തിലെ രമേശ് ചെന്നിത്തലയുടെ ആ കഴിവ്, പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ VD സതീശനോടുള്ള ഒരു സ്നേഹം. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് സ്നേഹം വന്നു കഴിഞ്ഞു. പിന്നെ 3ാമതായി കേസിയോടുള്ളത് അദ്ദേഹം പറയുമ്പോൾ വളരെ ദീർഘമായിട്ടാണ് പറയുന്നത്. ആ ദീർഘമായി പറയുന്നത് കേട്ടാൽ തോന്നുക ദീർഘനാളുകളായി കേസിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. അങ്ങനെയല്ല. ഇവരിൽ 3 പേരിലും ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി നടേശൻ സാറിന് പേടിയുള്ള ആൾ KC വേണുഗോപാലാണ് എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതി. അത് ആലപ്പുഴക്കാർക്ക് നന്നായിട്ടറിയാം ആ ചരിത്രം. 1/4 നൂറ്റാണ്ടായി ഒരിക്കൽ പോലും ഒരു കൂടിക്കാഴ്ചയും ഒരു രഹസ്യമോ പരസ്യമോ ആയ സന്ദർശനമോ ദൂതന്മാരെ അയക്കലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ളൊരു ഓപ്പറേഷനോ ഇല്ലാതെ നേർക്ക് നേരെയാണ് നിൽക്കുന്നത്. ആ നിൽപ്പിൽ ഒരു കോംപ്രമൈസും ഇല്ലെന്ന് വെള്ളാപ്പള്ളി നടേശന് നന്നായിട്ടറിയാം. ഈ വെള്ളാപ്പള്ളി നടേശൻ പലരെ എതിർക്കുമ്പോൾ അവരൊക്കെ പലപ്പോഴും ദൂതന്മാരെ വിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരിക്കലും KC വേണുഗോപാൽ കേരളത്തിൽ വരരുതെന്നാണ്. ഇനി വന്നാലോ തനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് യാതൊരു മതിപ്പ് കുറവുമില്ല. പ്രഗത്ഭരിൽ പ്രഗത്ഭനും ഉത്തമരിൽ ഉത്തമനും അത്യുത്തമനും അത്യുത്സാഹവാനും ഗുണവാനും കാമ്പും കഴമ്പും
കരുത്തുമുള്ളവനാണു എന്ന് പറഞ്ഞ് ഒന്ന് ചരിഞ്ഞങ്ങോട്ട് നിൽക്കാനാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഇല്ലെങ്കിൽ ഷാർപ്പായി നിലപാടുകൾ കൊണ്ട് തിരിച്ചടിച്ചെന്നിരിക്കും. അതങ്ങനെ ഇങ്ങനെയൊന്നും പറയുമൊന്നുമില്ല. അത് പ്രവർത്തിക്കുമെന്നുള്ള കാര്യം നന്നായി KC വേണുഗോപാലിനെ അറിയാവുന്ന വെള്ളാപ്പള്ളി നടേശന് നന്നായി അറിയാം. VDയും വരാൻ സാധ്യതയുണ്ടെങ്കിൽ VDക്കും ഇരിക്കട്ടെ ഒരു കോംപ്ലിമെൻറ്റ് എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നിലപാട് മാറ്റിയിട്ടുണ്ട്. ഈ രമേശ് ചെന്നിത്തലയെ പണ്ട് എന്താ പറയുന്നത്, ശവമെടുക്കുന്ന ചടങ്ങെന്ന് വരെ അദ്ദേഹത്തിനെ എന്താ പറയുന്നത്, മൃതദേഹത്തോട് പോലും സാമാന്യവൽക്കരിച്ച് ഉദാഹരിച്ച് പറഞ്ഞിട്ടുള്ള ആളാണെങ്കിലും ഇപ്പോൾ ഭരണപരിചയത്തിൻ്റെ കാര്യത്തിൽ പുള്ളി മാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ സുകുമാരൻ നായർ സാറും പറയുന്നുണ്ട് അത് അവരുടെ പാർട്ടിക്കാര്യമാണ്, ആരെങ്കിലും തീരുമാനിക്കട്ടെ, എല്ലാവരും കഴിവുള്ളവരാണ് എന്നൊക്കെ. സത്യത്തിൽ ഇതൊന്നും അവർ ഹൃദയം കൊണ്ട് പറയുന്നതല്ല, കേരളത്തിലെ ജനം അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അതിൻ്റെ പേരാണ് ജനാധിപത്യം. അതെ, ജനാധിപത്യം. ജയ് ഹിന്ദ്.